വെൽക്കം ടു നാടിൻ്റെ നടുവിൽ ഒരു ഹട്ട്, ചുറ്റും മല, അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഫ്രണ്ട്സായിട്ട് ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അവിടെ ഇരുന്ന് ഒരു ബിയറൊക്കെ അടിച്ച് സാലഡൊക്കെ കഴിച്ച് ഇരിക്കാൻ നോക്കണ്ട. സുഹൃത്തുക്കളെ, ഭൂമിയിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. Look at the view. Look at these fuckers chilling between mountains. Hi guys. നമ്മുടെ പരിപാടി ഇന്ന് നമ്മളൊരു ഓവർനൈറ്റ് ഹട്ടിലൊരു ഓവർനൈറ്റ് സ്റ്റേ പിടിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ, പക്ഷേ ഇത് അത്ര ഹൈറ്റ് ഇല്ല. 1300 മീറ്റർ ഹൈറ്റിലുള്ള കെൻസൺ ഹ്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹട്ടിൽ നമ്മളിന്ന് നൈറ്റ് സ്റ്റേ ചെയ്ത് നാളെ കാലത്ത് സൺറൈസും കണ്ട് തിരിച്ചു വരാനുള്ള പരിപാടിയാണ്. നമ്മളെ ഫ്രണ്ട്സ് രണ്ടുപേരും അയർലാൻഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് നമ്മൾ ബൈറിഷ് ബ്യൂട്ടി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ ഇതിൻ്റെ പാർക്ക് പ്ലാറ്റ്സ് ആണ്. പാർക്കിംഗ് ഇവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇന്ന് കുറച്ചൊരു 3 മണിക്കൂർ ഹൈക്ക് ചെയ്ത് ഹട്ടിൽ പോയി ഇന്ന് ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്ത് നാളെ രാവിലെ സൺറൈസും കണ്ട് തിരിച്ചു വരാം. അതാണ് ഇന്നത്തെ നമ്മുടെ പ്ലാൻ. പിന്നെ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 2 ട്രിപ്പ് പോലെയല്ല, ഇത് പ്ലാൻഡ് ട്രിപ്പാണ്. അതാണ് മെയിൻ സംഭവം. വളരെ സിമ്പിൾ ഹൈക്കാണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പം നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഇപ്പം നമ്മളിപ്പോൾ നടന്നു വരുന്നത് ഇങ്ങനത്തെ ഒരു വഴി കൂടെയാണ്. മെയിൻലി റോഡ് പോലെ തന്നെയാണ്. സൈഡിലൊരു ചെറിയ പുഴയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൽ വെള്ളമൊക്കെ കുറവാണ്. കുറച്ച് മഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ വരുമായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ റോഡിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ വളവിൽ തിരിയാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കിടന്ന് ഗോഷ്ഠികൾ കാണിക്കുന്ന പരിപാടികളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും കൂടി കുറേ സെൽഫിയൊക്കെ എടുത്ത് ഇതിൻ്റെ ഉള്ളിൽ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് എന്നിട്ട് ഇങ്ങനെ അവിടെ നിന്ന് വീണ്ടും പ്രൊസീഡ് ചെയ്ത് പോകുന്നു. സൈഡിൽ കുറച്ച് പൂക്കളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കിട്ടുന്ന എല്ലാ പൂക്കളും കൂടി എന്തുണ്ടാക്കാനാ, നിങ്ങൾ എന്തുണ്ടാക്കാനാ പോണേ? ബൊക്കെയോ? അതുണ്ടാക്കാനുള്ള പരിപാടിയാണ്. വെയിൽ ചാടി പൂ പറിക്കുന്ന സീൻസ്. കിട്ടി വ്യത്യസ്ത ഇനം പൂക്കളെ പറിച്ചുകൊണ്ടിരിക്കുന്ന 2 എണ്ണം. ഇവിടെ കാട് പോലെയൊക്കെ ചെടീനെ ഫുള്ളായിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾക്ക്. ഈ കുരു കിട്ടാൻ വേണ്ടി സന്തോഷമായി. അതെന്തത് എന്തായി നിങ്ങളുടെ സാധനം? നൈസ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം ചുമ്മാ ഈ റോട്ടിൽ കൂടെ നടന്ന് ഈ സൈഡിൽ കൂടെ ഈ പുഴയും കണ്ട് മടുത്ത് ഈ ഒരു ടേണിലെത്തിക്കഴിഞ്ഞപ്പോഴുള്ള വ്യൂ കണ്ടാവും. തീരെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഈ ടേൺ കഴിഞ്ഞപ്പോൾ ഒരു വ്യൂ. ഇനി മുന്നോട്ട് പോകാനുള്ള മോട്ടിവേഷനാണ് നമുക്ക് ഈ സ്ഥലത്ത് കിട്ടിയത്. സൂപ്പറായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ പുഴ, അതിൻ്റെ മുകളിൽ മല. നമ്മളിപ്പോൾ പാർക്ക് പ്ലാറ്റ്സിൽ നിന്ന് ഹട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 6 മണി വരെ ഫുഡുള്ളൂ. വാം ഫുഡ്, കുക്ക് ചെയ്ത ഫുഡ് കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ വല്ല ബ്രെഡും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് 6 മണിക്ക് മുന്നേ എത്താനുള്ള പരിപാടിയിലാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ടൈം നമ്മൾ കഴിഞ്ഞ സമ്മറിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞത് നമ്മളവിടെ എത്തിയാലേ ഫുഡ് തരുള്ളൂ എന്നാണ്. അപ്പോൾ നേരത്തെ വിളിച്ച് പറഞ്ഞ സെറ്റിലൊന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ അവിടെ എത്താൻ നോക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിനെത്തും. ഇപ്പോൾ കാണിക്കുന്നത് ഒരു 2 മണിക്കൂറും കൂടി ഉണ്ടെന്നാണ്. നമ്മളിപ്പോൾ ഒരു 3:30 ആവാറായി. അപ്പോൾ കഷ്ടിക്ക് കറക്റ്റ് സമയത്തിന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫുഡ് കഴിക്കാം. ഇല്ലെങ്കിൽ വല്ല തണുത്ത ബ്രെഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അവരൊന്നും പരമാവധി ബ്രേക്ക് എടുക്കാതെ പെട്ടെന്ന് എത്താനുള്ള ഒരു പരിശ്രമത്തിലാണ്. അവർക്ക് കുറച്ച് ബാക്കിലാണ്. ഞാൻ കിരൺപുറയും ഫ്രണ്ടിൽ വന്നുകൊണ്ടിരിക്കുക. Operation Save the Dinner. PP is the mastermind who forgot the food part. Planned the whole hike. Forgot the kitchen closes at 6. Now sprinting to fix his mistake like his life depends on it. Kieran Bro, the drone commander. Professional drone pilot by day. Surprise mountain goat by hike. Filming your pain from 200 meters above. Team B, the scenic survivors. Papan, the veteran. Climbs mountains like they're stairs. Carries Team B emotionally. Jenny, the rookie, new to hiking, already planning her retirement. Amu, the viber, says, let's take a break every 10 minutes. Brings the good vibes and the playlist. അപ്പോൾ ഇവിടുത്തെ ഒരു കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സിഗ്നലോ വൈഫൈയോ ഒന്നുമില്ല. ശരിക്കും ലോസ്റ്റ് ഇൻ ദ വൈൽഡ് എന്നൊക്കെ പറയില്ലേ, ആ സ്കീമാണ്. അപ്പോൾ നമുക്ക് അവരുടെ അപ്ഡേറ്റ് എന്താണെന്ന് അറിയില്ല. അപ്പോൾ
അവരും വീഡിയോ എടുക്കണ്ടാവുന്നുള്ള വിശ്വാസത്തിൽ ആ പ്ലേറ്റ് നമുക്കിപ്പോൾ കാണാം എന്താണ്. സുഹൃത്തുക്കളെ, ഭൂമിയിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഫ്രണ്ടിലത്തെ വഴി കാണുന്നത്. ഇത് കയറേണ്ടി വരുമായിരിക്കോ? ഏയ് വരുമായിരിക്കും അമ്മു? ഇല്ലായിരിക്കും. സോ നമുക്ക് അതല്ല വഴി, ലെഫ്റ്റിലോട്ട് വഴിയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മു പറഞ്ഞത് അമ്മു കൂടെ ഇല്ല എന്ന് വിചാരിച്ചോ എന്നാണ്. അതെ, നമുക്കിനി ഒരു 1.5 മണിക്കൂറും കൂടിയാണ് ഉള്ളത് കയറാനായിട്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു പാലത്തിൻ്റെ മുകളിലെത്തി ഇങ്ങനെ വന്ന് നിൽക്കുന്നു. ഇവിടെ ഒരു റിസർവോയർ സെറ്റപ്പൊക്കെ ഉണ്ട്. നമുക്ക് ആ വഴിയാണ് പോകേണ്ടത്. അങ്ങനെ ഒരു സൈഡിൽ കൂടെയുള്ള വഴി കയറിപ്പോയി ആ ഭാഗത്ത് എവിടെയെങ്കിലും ആയിരിക്കും മല. ഇവിടെയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ റിസർവോയറിൽ നിന്ന് ഇങ്ങനെയുള്ള ഒരു വ്യൂ. ഗൈസ്, എന്താണ് അവസ്ഥ? അതെ, അമ്മൂനോ? അതെ, അപ്പോൾ അതാണ് അത്രേ ഉള്ളൂ. കമോൺ. മീൻ ചത്ത് കിടക്കുന്നു. ഇത് ഏതോ സാൽമണെ പോലെ ട്രൗട്ട് വിഭാഗത്തിൽപ്പെട്ട ഏതോ മീനാണെന്ന് തോന്നുന്നു. സാൽമൺ അതിൻ്റെ ലാസ്റ്റ് സമയത്ത് മറ്റേ സാൽമൺ 3D കണ്ടിട്ടില്ലേ? അതിൽ പറയുന്ന പോലെ ലാസ്റ്റ് സമയത്ത് വന്നിട്ട് ഇതേപോലെ ഒഴുക്ക് കുറഞ്ഞ സ്ഥലത്ത് വന്ന് മുട്ടയിട്ടിട്ട് ചാവുന്ന ഒരു രീതിയാണ്. പക്ഷേ ഇത് അത്രയും വലിപ്പമുള്ള മീനല്ല. എന്താണെന്നറിയത്തില്ല ഇത്രയും ക്ലിയർ വെള്ളത്തിൽ മീൻ ചത്ത് കിടക്കുന്നത്. ഭയങ്കര നാച്ചുറൽ സംഭവമായിരിക്കും. അല്ലെങ്കിൽ ഇവരത് ഭയങ്കരമായിട്ട് റിപ്പോർട്ട് ചെയ്യും. ഇവിടെയൊക്കെ ഒരു കാക്ക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പക്ഷി എങ്ങനെ ചത്ത് കിടന്നാൽ അപ്പോൾ നമ്മൾ വിളിച്ച് അനിമൽ കൺട്രോളിൽ റിപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും പക്ഷിപ്പനി ഉണ്ടോ എന്നൊക്കെ അവർ ചെക്ക് ചെയ്യും. ജനിക്ക് മോളിക്കോടുള്ള നല്ല വഴി ഇഷ്ടപ്പെടുന്നില്ല. അത് കാരണം വെള്ളത്തിന് മോളിക്കോടെ ചാടി കിടക്കാൻ പോവാണ്. കമോൺ ജനി. യെസ്, തേയ്തൊക്കെ ഇനി എന്ത് ചെയ്യും? അല്ലയ്യ, yes, successfully completed. നമുക്കിനി ഒരു 50 മിനിറ്റും കൂടെ ഉള്ളൂ. മലയൊക്കെ കയറി കഴിഞ്ഞിട്ട് സാധാരണ രീതിയിൽ ഈ മല കുന്ന് കുറേ മരമൊക്കെ കാണുമല്ലോ, അതിൽ നിന്നൊക്കെ നേരെ വിപരീതമായി കാണുന്നൊരു വ്യൂ. ഏതാ മൂട്? ഒരു മെഡോ, അതിൽ കുറേ അങ്ങിങ്ങായിട്ട് കുറേ മരങ്ങൾ, അതിൻ്റെ ബാക്കിലൊരു ഗംഭീര മല, മരങ്ങളൊക്കെ നിൽക്കണത് കണ്ടോ? ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഒരു പാടത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ നിൽക്കണ പോലെ നല്ല സൂപ്പറായി നിൽക്കുന്നത്. എന്തൊരു പച്ചപ്പാ. അതിന് നേരെ മാച്ച് ചെയ്ത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ചെറിയ അരുവിയുടെ ഒഴുക്കം, ആ സൗണ്ട്. സേവ് സൗണ്ട്. ഈ കൊല്ലം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് വ്യൂ എന്ന് പറയാൻ പറ്റും. ഈ മരത്തിലൊക്കെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഈ മലയ്ക്ക് അധികം ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ വെജിറ്റേഷനൊക്കെ ഇത്രയ്ക്കധികം ഫ്ലറിഷായിട്ട് നിൽക്കുക. എന്ത് രസമാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കൂടി കഴിയുമ്പോൾ നമ്മൾ മുമ്പ് പോകാറുള്ള മലകൾ പോലെ ഇപ്പോൾ അതിൻ്റെയൊക്കെ പീക്ക് ഉണ്ടല്ലേ, അവിടെ ഒന്നുമില്ല. പക്ഷെ ഇത് ഹൈറ്റ് കുറവായിട്ടുള്ള ഒരു മലയായ കാരണം ഇങ്ങനത്തെ നൈസ് വ്യൂസൊക്കെ നമുക്ക് കിട്ടി. നമ്മൾ 6 മണിക്ക് മുന്നേ എത്താനുള്ള കഠിന ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മളിവിടെ ഒരു വാട്ടർഫോളിൻ്റെ അവിടെ ചെറിയൊരു ഹോൾസിൽ നിർത്തിയേക്കാണ്. എന്നിട്ട് തണുത്ത ഉറഞ്ഞ ബ്രത്സൽ, ഇപ്പം എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റല്ലേ, തണുത്ത ഉറഞ്ഞ ബ്രത്സൽ കഴിച്ചോണ്ടിരിക്കുക. ഭയങ്കര നിർത്താതെ നമ്മളിപ്പോൾ ഒരു 2 മണിക്കൂർ കൂടുതലായിട്ട് നിർത്താതെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇരുന്നിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റിൽ എത്തുമായിരിക്കുന്നു വിചാരിക്കുന്നു. നോക്കാം. ഇത്ര നേരം നമ്മൾ നടന്നിട്ട് നമ്മൾ അധികം ഹൈറ്റ് കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ സ്കീം മാറി. പെട്ടെന്ന് തന്നെ നമ്മൾ എലിവേഷൻ
ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വഴിയിൽ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു, പക്ഷേ ഈ വ്യൂ കണ്ട, നൈസ് വ്യൂ. കിട്ടില്ല വ്യൂ. ഹായ് ഗൈസ്, അങ്ങനെ നമ്മൾ അവസാനം 5:30 ആകുമ്പോഴേക്കും നമ്മൾ ഹട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. യെസ്, മിഷൻ പാസ് 100. സോ അങ്ങനെ ഹട്ടിലേക്ക് എത്തി. ഇനി നമുക്ക് സുഖമായിട്ട് അവർക്ക് വേണ്ടി ഫുഡൊക്കെ ഓർഡർ ചെയ്തേക്കാം. അപ്പോൾ നല്ല നമുക്ക് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ 10 മിനിറ്റിലൊരു വാട്ടർഫോൾ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോകാം. ഇനി കുറച്ചുകൂടെ ലൈറ്റ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഒരു ഓപ്പൺ സ്പേസ് അല്ല, പക്ഷെ ചുറ്റും മല 360 ഡിഗ്രിയിൽ ശരിക്കും മലയുടെ നടുവിൽ ഒരു ഹട്ട് സെൻറ്ററായിട്ട് ചുറ്റും മല. നല്ല രാത്രി നല്ല സ്കൈ ഒക്കെ ആണെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി വരെ നമ്മൾ ഫുള്ള് അവിടെ ചില്ല് ചെയ്യാൻ പോകണം. ഇവിടെ ഷൂമൊക്കെ സീനൊക്കെയുള്ള സമയമുണ്ട്. അപ്പോൾ അതെ, അമ്മ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത പൂവ് ഇവിടെ ഒരു യേശു ഉണ്ട്. അപ്പോൾ യേശുവിന് വെച്ചിട്ടാണ്. ഇനിയൊരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഹട്ടിലേക്കുള്ളൂ. അപ്പോൾ അവിടെ വെച്ചിട്ട് പോകാൻ പോവാം. താഴെ വെച്ചോ കല്ലുമ്മ. ഓക്കെ, ബൈ ബൈ. നമ്മളിവിടെ എത്തിയേക്കാണ്. ഇതിൻ്റെ ട്രോക്കൺ റൂം എന്നാ പറയുക. ട്രോക്കൺ റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സാധനങ്ങളൊക്കെ ഉണക്കാനുള്ള സ്ഥലം. അപ്പോൾ ജാക്കറ്റും ജ്യൂസസൊക്കെ ഇവിടെ വയ്ക്കുക. എന്നിട്ട് ഇവിടെ തീയുണ്ട്. അപ്പോൾ ഈ റൂം എപ്പോഴും ഹോട്ടായിട്ടിരിക്കും. അപ്പോൾ നമ്മളുടെ വിശർപ്പും കാര്യങ്ങളൊക്കെ പോയി, നല്ല വിശർപ്പ് മണമൊക്കെ പോയി നല്ല ഫ്രഷായിട്ട് നാളത്തേക്ക് കിട്ടും. നനഞ്ഞിട്ടും വിശപ്പൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഷൂപ്പ് ഊരിയിട്ട് ഇവിടെ വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചെന്നിട്ട് ഇവിടെ രജിസ്റ്റർ ചെയ്ത് ബുക്കിങ്ങൊക്കെ കാണിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ ആദ്യം ഒരു ഫുഡ് ഓർഡർ ചെയ്യണം. അപ്പോഴേക്കും അവരെത്തും. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇവിടെ ചില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇൻ കേസ് ഈ ഹോട്ടലിലേക്ക് പോകാനായിട്ട് ഹൈക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് ബസ് വരെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ അറിയാം. കുറച്ച് സമയത്ത് മാത്രമേ ഉള്ളൂ, എപ്പോഴും ഉണ്ടാവില്ല. ദിവസത്തിൽ ഒരു 2-3 പ്രാവശ്യം കണ്ടാണ്. അതിൻ്റെ ടൈമിങ് നോക്കി ആ ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും വരാം. അപ്പോൾ നമ്മൾ ആക്ച്വലി ഫൈനലി നമ്മുടെ സ്ഥലത്തെത്തി. ഈ ബാക്കിൽ കാണുന്ന ഈ സ്ഥലമാണ് നമ്മുടെ കെൻസൺ ഹ്യൂട്ടെ എന്ന് പറയുന്നത്. ഇതാണ് ഹട്ടിൻ്റെ ഉൾവശം. അവിടെ നിന്ന് ലെഫ്റ്റ് പോയാലാണ് ട്രോക്കൺ റൂം. ഇവിടെ ഒരു വാഷ്റൂം കുളിക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ പ്രൈവറ്റ് റൂമുകളാണ്. ഇതൊക്കെ ഒറ്റയ്ക്കുള്ള റൂം എടുക്കാൻ പറ്റും. നമ്മളെടുത്തുള്ളത് ലാഗർ എന്ന് പറഞ്ഞിട്ട് ഒരു 8-10-16 പേര് ഒരുമിച്ച് കിടക്കുന്ന സെറ്റപ്പാണ്. അത് ഞാൻ കുറച്ചും കാണിക്കാം. ഭയങ്കര അടിപൊളി സ്ഥലം. എല്ലാം നല്ല ടോയ്ലറ്റ്, നല്ല ക്ലീൻ, എല്ലാം കൊണ്ടും കിട്ടില്ല. എന്താ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. അത് ചിലപ്പോൾ ഇവിടുത്തെ ഒഫീഷ്യൽസിനായിരിക്കും. അങ്ങനത്തെ അഗർ വണ്ടിയിലുണ്ട്. എന്നിട്ട് ഈ സൈഡ് മൊത്തം നമ്മൾ ഇതൊക്കെ മരകി മടക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ നിവർത്തിയിട്ടു. ഒരു 1, 2, 3, 4, 5, 6, 7 സ്ഥലമാണ് നമ്മൾ കിട്ടേക്കുന്നത്. നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതെ, ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. 3 റെൻ്റല്ല, പോർക്കിൻ്റെ ഗുലാഷും 2 പച്ചക്കറി ചോറും സാലഡൊക്കെയാണ്. അപ്പോൾ അതിനൊക്കെ കാണിക്കാനായിട്ടുള്ളതാണ്. ഇത് പച്ചക്കറിയുടെ സാധനം. അതെ, ജെനി കിരൺ ബ്രോ. ഇതാണ് കിരൺ ബ്രോ ആൻഡ് ജെനി. ഇവർ അയർലാൻഡിലാണ് താമസിക്കുന്നത്. ആൻഡ് ആദ്യമായിട്ടാണ് ഇവർ മല കയറുന്നത്. ഇങ്ങനെ ഒരു മല കയറുന്നത്. എന്താണ് അഭിപ്രായം? ഇങ്ങനെയുണ്ട്. ഞാനൊരു വെറൈറ്റി എക്സ്പീരിയൻസ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് എന്നെ നിർബന്ധിച്ചു കൊടുക്കുന്നത്. എത്രത്തോളം വർക്കാവുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. എൻ്റെ എന്താണ് അഭിപ്രായം പറയുക? ഫസ്റ്റ് ഓഫ് ഓൾ ഇവരുടെ കഴിഞ്ഞ വീഡിയോ കണ്ടപ്പോഴാണ് ആദ്യമായിട്ട് ഈ ടൂറിസം സാധനം നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. നമുക്ക് ഒരു ഐഡിയ ഇല്ല അതിനെപ്പറ്റി. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇങ്ങോട്ട് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് ഇത് പിടിക്കുക അങ്ങനെ പ്ലാൻ ചെയ്ത് പെട്ടെന്നായിരുന്നു
അങ്ങനെ വന്ന് ജർമ്മനി വന്ന് ഈ ഒരു സാധനത്തിന് വേണ്ടി മാത്രം വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് തിരിച്ചു പോകും. അതാണ് പ്ലാൻ. നല്ല അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നമ്മളെ ക്ഷീണമെല്ലാം അവസാനം നമുക്ക് നിൽക്കാൻ ഒരു അടിപൊളി സ്ഥലങ്ങളെ കിട്ടുമ്പോൾ ഒരു ഹാപ്പിനെസ് ഒരു ഡിഫറെന്റ് ആയിട്ടല്ലോ. ഇതിൽ നമ്മൾ എവിടെ പോയാലും കുറെ കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളായിട്ട് സെപ്പറേറ്റ് നമുക്ക് മാത്രമുള്ള സ്റ്റേ അങ്ങനത്തെ ഒരു ആൾക്കാരെ കാണാതെ പെട്ടെന്ന് ഹട്ടി വന്ന് കുറെ മനുഷ്യരെ കൂടെ കാണാൻ ലെവലൊക്കെ ഹാപ്പിനെസ് അപ്പോൾ നമ്മളിവിടെ എത്തി നൈസായിട്ട് ഒരു ഡ്രിങ്കൊക്കെ കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ വൈബന്നെ അങ്ങനെ നമ്മളുടെ സലാഡ് കിട്ടി. ഫോർ സ്പൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടർ. യെസ്, എക്സാക്ട്ലി. സലാഡ് വന്നിട്ടുണ്ട്. ഇന്ന് വരെ തിന്നൂടെ. നമ്മൾ സലാഡിൽ തുടങ്ങുകയാണ്. നമ്മൾ ഫുഡും ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സലാഡ് വരുന്നതായിരിക്കും. നല്ല വിശപ്പുണ്ട്, അത് കാരണം ഇതൊന്നും നോക്കണമെന്നില്ല. ഇങ്ങനെ മാക്ക് നടിക്കാം. ഇതുവരെ കിട്ടാത്തൊരു വൈബ്. എല്ലാത്തിൻ്റെയും കാച്ചൊക്കെ സെയിമാണ്. വെജ് ആയാലും ഇറിൻ്റെ ആയാലും. അപ്പം എന്തായാലും പൊളിസാണ്. ഇറിൻ്റല്ല, പോർക്കാണ്. പീപ്പിക്ക് പീസ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് വിഷമം. എന്നിട്ട് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കിരൺ ബ്രോണ്ട കൈയിട്ട് വരും. കൊള്ളാം, സാധനം കൊള്ളാം. ഈ സംഭവം കഴിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും പോർക്കും റൈസുമാണ്. പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ കഞ്ഞിയും എലിശ്ശേരിയും. എനിക്കിതിൻ്റെ കുറച്ച് നേരമായിട്ട് നമുക്കറിയണം മണാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കിരൺ ബ്രോ പറഞ്ഞത് എലിശ്ശേരിയും കഞ്ഞിയാണ്. പക്ക അതിൻ്റെ സ്മെല്ല് ടേസ്റ്റ് അതല്ലട്ടാ. 1 2 3 4 എന്ന് പറഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരെണ്ണം സീറോ ഇല്ലല്ലേ? ചേട്ടാ 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 മനസ്സിലായി വരണ്ടേ? ഓ വന്നു. ഷാജിയുടെ പ്രേതമ്മയും തിരികെയാണ് ബ്രെഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും കൂടെ ഭയങ്കര യൂര്യ കളികളാണ്. അരമണിക്കൂർ കളിക്കുമ്പോഴുള്ള 10 മണിയാകുമ്പോഴേക്കും അടച്ചു പോകുമ്പോഴായിരിക്കും. 10 മണിക്ക് നിർത്തണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഗുട്ടൻ മോർഗൻ ഗൈസ്, ഗുട്ടൻ മോർഗൻ. അപ്പോൾ നമ്മൾ കാലത്ത് ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. മുട്ട, സീരിയൽസ്, ബ്രെഡ് പരിപാടികളൊക്കെ തന്നെ. അങ്ങനെ വെതർ അത്ര നല്ലതല്ല, അതുകൊണ്ട് നമ്മൾ ലേറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹട്ടിൽ നിന്നുള്ള വ്യൂ. നൈസായിട്ടുള്ള ചുറ്റും മൗണ്ടൻസ്, അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഹട്ട്. ആക്ച്വലി സെൻട്രൽ തന്നെയാണ്. ഇതായിരുന്നു ഹട്ടിൻ്റെ ഒരു കോലം. ഇവിടെ പുറത്ത് സമ്മറിലിരിക്കാനുള്ള സെറ്റപ്പുകളും എല്ലാം ഉണ്ട്. ഫ്രണ്ടില് സീറ്റും ഫുൾ കുറേ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും അറ്റ് എ ടൈം. പിന്നെ മറ്റേ നമ്മുടെ അരുവി ഇപ്പോഴും സൈഡിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വണ്ടി നിർത്തിയപ്പോൾ മുതൽ. ഹട്ടിൻ്റെ ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ കയറി കഴിഞ്ഞാൽ അപ്പം തന്നെ വാതിലടയ്ക്കണം. കാരണം ഇതിൻ്റെ ഉള്ളിൽ മാത്രമാണ് നമുക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഫുഡ് അടിക്കുന്ന സ്പേസ്. ലോങ് ആയിട്ടുള്ള ടൈമിൽ നമ്മൾ ഇവിടെ ഇന്നും അവിടെ ഇന്നലെയായിരുന്നു. അവിടെ നമ്മൾ യൂണോയൊക്കെ കളിച്ചു. ഇതാണ് ഇവിടുത്തെ സ്പേസ്. ഇതാണ് ഇവിടുത്തെ കിച്ചൺ സ്പേസ് വരണത്. ഇവിടെ നിന്ന് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിൻ്റെ കൂടെ മുകളിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. ഈ ഒരു 8 സ്പേസ് നമുക്കുണ്ടായിരുന്നു. പി പി മാത്രം സുഖമായിട്ട് കിടന്നുറങ്ങി. കാരണം ഒറ്റയ്ക്കായിരുന്നു. 2 പുതപ്പ് കിട്ടി. സംഭവം സ്റ്റേ ഒക്കെ നൈസാണെങ്കിലും ഇവിടുത്തെ ഒരു മെയിൻ പ്രശ്നം നമുക്ക് ഫീൽ ചെയ്തത് തണുപ്പ് കൂടുതലായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. പിന്നെ പുതപ്പിന് നീളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാലുള്ളിൽ സെറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. റൂം ഹീറ്റ് മേ ബി അത് സമ്മർ തുടങ്ങി എന്നുള്ളൊരു മൂഡിൽ ഇവർ ഓഫ് ചെയ്തതായിരിക്കാം, അറിയില്ല എന്താണെന്ന്. പക്ഷെ കംഫർട്ടബിൾ ആയിരുന്നില്ല അത്രയ്ക്ക് സെറ്റായിട്ട്. എനിക്ക് 2 പുതപ്പുണ്ടായിരുന്നു. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമാണ് നമുക്ക് ഫീൽ ചെയ്തുള്ളൂ ഇവിടെ. സോ നമ്മൾ ഇപ്പോൾ
നമ്മുടെ അവിടുത്തെ ഹട്ടിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇറങ്ങിക്കാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചതൊരു ഇവിടെ നിന്ന് 600 മീറ്റർ ഹൈക്കും കൂടി പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ വെതർ ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഭയങ്കര മോശമാണ്. സണ്ണെന്ന് പറയുന്ന സാധനമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടെ അടുത്തൊരു വാട്ടർഫാൾ ഉണ്ട്, അപ്പോൾ അതിലേക്കാണ് ആദ്യം നമ്മൾ പോണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പം തീരുമാനിക്കാം എന്നുള്ള പ്ലാനാണ്. വെള്ളം കണ്ടില്ലേ? വെള്ളച്ചാട്ടം കണ്ടില്ലേ? സന്തോഷമായില്ലേ? ഐസും വാട്ടറാ? ഇങ്ങനത്തെ ഭാഷ ഒന്നും കേട്ടിട്ടില്ല. അയ്യോ ക്യൂട്ടോ. നിന്നിട്ട് കരയുന്നു, നിന്നിട്ട് കരയുന്ന എന്തിനാ മുത്തേരി കരയുന്ന? ഇപ്പോൾ ഇതേപോലെ ഹെയിൽ സ്ട്രോംസ് പോലെ ചെറിയ ഇതുകളൊക്കെ വീഴുന്നുണ്ട്. ഹെയിൽ സ്ട്രോംസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കയ്യിലൊക്കെ വന്ന് വീഴുന്നുണ്ട്. അതേ കണ്ടോ, ഫുൾ ഹെയിൽ സ്ട്രോംസ്. അതെ, അങ്ങനെ നമ്മൾ ഹെയിൽ സ്ട്രോംസോട് കൂടി മല കയറി ഒരു പോയിന്റിൽ എത്തിക്കുകയാണ്. ഹൗ ഈസ് ഇറ്റ് ഗൈസ്? മനസ്സിലായി എന്തത്ര നേരം എടുക്കണേന്ന്. അപ്പോഴെല്ലാം മനസ്സിലായി എന്തത്ര നേരം എടുക്കണേന്ന്. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ട് മുമ്പിലെത്തി. അപ്പോൾ പീപ്പിയും അമ്മും കൂടി ഓടി കളിക്കുന്നുണ്ട്. ആര് ഫസ്റ്റ് എത്തുന്നു നോക്കാനായിട്ട്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഫോട്ടോ മത്സരം. പീപ്പിലെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ കൂടെ മല കയറാൻ പോകാൻ തോന്നുന്നുണ്ട്. എന്താണ് ആ ഉദ്ദേശം? ഫസ്റ്റ് എത്തിയ അമ്മു റെസ്റ്റഡിലായി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ കയറി വന്ന് ഇവിടെ നിന്ന് ഇതിൽ കൂടെ എത്തി. പീപ്പിലെ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നുണ്ട്. വെള്ളച്ചാട്ടം തീ കാണുന്നതാണ്. അത്യാവശ്യം നല്ല വലിയ വെള്ളച്ചാട്ടമാണ്. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നേരെ താഴെയാണ് നിൽക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലാവോ കേൾക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു രക്ഷയില്ല. എത്രയ്ക്ക് അടിപൊളിയൊരു എക്സ്പീരിയൻസ് ആണെന്ന്. മല കയറി ഒരു ദിവസം രാത്രി ഫുൾ സ്റ്റേ ചെയ്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ വന്ന് തണുത്ത വെള്ളം ഇങ്ങനെ ഇടയ്ക്ക് മുഖത്തേക്കൊക്കെ വീഴുന്നുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. ഈ അമ്മോനെ ചിരിക്കാതെ വന്നി.
കോസി വൈബ്സ്. Rest in peace, peace out. ആ കുട്ടി കൊടുക്കാനാ വന്നെ ഇയാളെ നമ്മളെടുത്ത ഒരു വീഡിയോ പോലും ഇല്ലേ പാട്ടിടാതെ ഇടാൻ പറ്റൂല. അത്ര വൃത്തിയായിട്ടല്ലേ സംസാരം. നിന്നെയല്ല മൊത്തത്തിലേ. നമ്മുടെ ഇവന്റ് ഫുള്ളായ 2 ദിവസത്തെ ഹൈക്കിന്റെ പരിപാടി കഴിഞ്ഞു. നോ ഇന്റർനെറ്റ്, നോ കണക്ടിവിറ്റി ടു ഔട്ട്സൈഡ് വേൾഡ്. ചുറ്റും മല, അതിൻ്റെ നടുക്കിലൊരു ഹട്ട്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ 7 പേരും. വെറും പൊളിയായിരുന്നു. അതെ, ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ദിവസം ഫുള്ളി ഇൻ്റർനെറ്റ് ഇല്ലാതെ നമ്മൾ ഊനോ കളിച്ചു. അവിടെ നല്ല ഫുഡായിരുന്നു. അങ്ങനെ വീഡിയോ ഭയങ്കര നല്ലതായിരിക്കും തോന്നുന്നു. കാരണം നമ്മൾ കുറേ എൻജോയ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി വീഡിയോസിലേക്ക് കണ്ട പോലെ. ആൻഡ് അത്രേ ഉള്ളൂ, അധികം പറയാനൊന്നുമില്ല. സിമ്പിൾ ഹൈക്കാണ് ആക്ച്വലി. നിങ്ങൾ ഇത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർക്കും വന്ന് കയറാൻ പറ്റും. ഈവൻ വണ്ടിയുണ്ട്, ബസ്സുണ്ട്. സോ ഹട്ട് വരെ ബസ്സിൽ എത്താൻ പറ്റും. സോ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് ഇടാം. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും എൻജോയ് ചെയ്ത് പോരാൻ പറ്റും. വീഡിയോ കണ്ട് ലൈക്ക്, സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ അടിച്ച് പൊളിക്ക്. ബൈ ബൈ. ഇങ്ങോട്ട്